ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും ആക്രമണ പദ്ധതികളുടെ വിശദാംശങ്ങളും പങ്കുവച്ചത് സ്വിസ് ആപ്ലിക്കേഷൻ വഴിയെന്നാണ് കണ്ടെത്തൽ. സ്ഫോടനങ്ങൾക്കായി 2022 മുതൽ ആസൂത്രണം തുടങ്ങിയെന്നും നിഗമനമുണ്ട്. ഡോക്ടർമാർക്ക് തുർക്കിയിൽ നിന്നും നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിച്ചതായും അന്വേഷണ സംഘത്തിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഭീകരർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും സൗകര്യമൊരുക്കിയത് ആദിൽ റാത്തറിന്റെ സഹോദരനാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ കെ പ്രശാന്ത് തന്നെ നൽകും. പ്രശാന്ത്, രാജ്യം അതീവ ജാഗ്രതയിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ഈ ഡൽഹി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ഉയർന്ന കാര്യമാണ്. അതിൽ കുറച്ചുകൂടി വ്യക്തത വരികയാണ് ഇപ്പോൾ. ഒപ്പം അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ഏതെങ്കിലും ഒരു വൈകാരിക നിമിഷത്തിന്റെ ഭാഗമായി എടുത്ത തീരുമാനങ്ങളല്ല. വളരെ കൃത്യമായ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസഫർ അഹമ്മദ് തന്നെയാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇയാൾ നേരത്തെ മുസമ്മിൽ എന്ന് പറയുന്നത് ഈ അൽഫല സർവകലാശാലയിലുള്ളതാണ്. ആ ഡോക്ടർ മുസമ്മിലുമായി ചേർന്ന് നേരത്തെ തുർക്കി സന്ദർശിക്കുകയും അവിടെ വെച്ച ചില ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവിടെ നിന്ന് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തിരികെ എത്തുകയും ചെയ്തു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ മുസഫർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. മുസഫർ ആണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും നിർണായക കക്ഷി എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ അൽഫല സർവകലാശാലയിൽ നിന്ന് 2 പേരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോൾ കാണാതെയുള്ള അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘം ATS ഒക്കെ തന്നെ പ്രധാനമായും പരിഗണന നൽകുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാഹനങ്ങൾ ഇനി എവിടെയാണ് എന്ന് കണ്ടെത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഫോടക വസ്തുക്കൾ കൂടുതലായി ശേഖരിച്ചിരുന്നോ, അങ്ങനെ ശേഖരിച്ചിരുന്നുവെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല ഇവരുടെയൊക്കെ തന്നെ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ തന്നെ ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഇവർ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ഒരു കൃത്യമായ വിവരവുമില്ല. കാരണം 3 വർഷമായി ജമ്മു കാശ്മീർ പുൽവാമയിൽ നിന്നൊക്കെ ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് നിന്നിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് വീട്ടുകാർക്ക് പോലും ഇവരെന്ത് ചെയ്യുന്നു എന്ന് ചിലർക്ക് അറിയില്ല എന്ന് അവർ പറയുകയും അത് അന്വേഷണ സംഘം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്ഫോടനം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഈ ഉമർ നബി വളരെ മുമ്പേ തന്നെ 5 മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഒരു തരത്തിലുള്ള ആശയവിനിമയവും ആരുമായി ഉണ്ടായിരുന്നില്ല. മറ്റ് ചില കേന്ദ്രങ്ങൾ സംബന്ധിച്ച അന്വേഷണം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു കാര്യം ഉറപ്പിക്കാം, അങ്ങനെ ഒരാൾ ഒരു സ്ഫോടന പദ്ധതിയുമായി ഡൽഹിയുടെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. അയാൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വിവരങ്ങൾ നൽകാൻ മറ്റു ചിലർ ഉണ്ടായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ അയാൾ അറിഞ്ഞു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുമായി ബന്ധമുള്ള മറ്റാളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ സർവകലാശാലയിലെ ജീവനക്കാർ, അവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഡൽഹിയുടെ തന്ത്രപ്രധാന മേഖലകളിലുള്ള 50-ലധികം CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം NIA ആണെങ്കിലും ATS ആണെങ്കിലും ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജമ്മു കാശ്മീരിന്റെ പോലീസിന്റെ സാന്നിധ്യം തന്നെയാണ്. അവർ ഈ പറയുന്ന ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരാണ് ഇതിൻ്റെയൊക്കെ തന്നെ കൃത്യമായ ഒരു വിവരങ്ങൾ കൈമാറുകയും സംസ്ഥാനത്തെ ATSുമായി ചേർന്നുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കൃത്യമായ ഒരു അന്വേഷണ നിഗമനത്തിലേക്ക് തന്നെയാണ് അന്വേഷണ ഏജൻസി എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള സഹായം ഈ ഭീകരാക്രമണത്തിന് ലഭിച്ചിട്ടുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. പെട്ടെന്നുണ്ടായ പരിഭ്രാന്തി ഇത് പൊട്ടിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രമല്ല ഈ റെഡ് ഫോർട്ട് തിങ്കളാഴ്ച അവധിയാണ് ആ പ്രദേശങ്ങൾ എന്നുള്ളത് സ്വാഭാവികമായും അവിടെ സഞ്ചരിച്ചിട്ടുള്ള ഇത്തരം ആളുകൾക്ക് അറിയാവുന്നതുമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു സ്ഫോടക വസ്തുവായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത് കാറിൽ വെച്ച് തന്നെ രൂപപ്പെടുത്താനുള്ള ശ്രമം നടന്നിരുന്നു. അതിനുള്ള സമയം ഈ പറയുന്ന 10-ാം തീയതിയാണ് ഇത് പൊട്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇത് പൂർണ്ണമായും രൂപീകൃതമായിരുന്നില്ല എന്നുള്ള IEDയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് വാഹനം എവിടെയെങ്കിലും കൊണ്ടു നിർത്തി ഇതൊരു പ്രശാന്ത് ഒരു കാര്യം, അതായത് ഈ ഡോക്ടർ മുസാഫിറിനെതിരെ റെഡ് കോർണർ നോട്ടീസ് ഒക്കെ പുറത്തിറക്കാൻ ഇന്റർപോളിന്റെ സഹായം കൂടി തേടും എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമുണ്ടോ?
അഖില അന്വേഷണ ഏജൻസികൾ അക്കാര്യം സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ വന്നിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ അന്വേഷണ ഏജൻസിയുടെ ഒരു രീതി തന്നെ നമുക്കറിയാം. കൃത്യമായി വിവരങ്ങൾ ലഭ്യമായി അതിൻ്റെ അകത്ത് ആരാണുള്ളത്, ആ ആളെ പിടിച്ചു കഴിഞ്ഞോ, അതിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞ ശേഷം മാത്രമാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ കാർ പിടികൂടുന്ന ഒരു സമയമുണ്ടായിരുന്നു, എക്കോസ്പോട്ട്. ആ വാഹനം ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ടെന്നും അല്ലെങ്കിൽ ഈ വാഹനം കുടിയുണ്ടെന്ന് വിവരങ്ങൾ ലഭിക്കുന്നത് പോലും ആ വാഹനം കിട്ടിയ ശേഷമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനു മുൻപേ തന്നെ അന്വേഷണ ഏജൻസിക്ക് വാഹനം സംബന്ധിച്ച കൃത്യമായി വിവരങ്ങൾ ലഭ്യമാകുന്നു. ഹരിയാന ATS വിവരങ്ങൾ കൈമാറുന്നു. അവർ ആ വാഹനം കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു, ആ വാഹനം കണ്ടെത്തുന്നു. ഈ സമയത്താണ് അറിയുന്നത് ഇത്തരത്തിൽ ഹരിയാന ATS ഇങ്ങനെ ഒരു വിവരം നൽകിയിട്ടുണ്ടെന്ന് പോലും. അപ്പോഴേക്കും വാഹനം അന്വേഷണ സംഘത്തിന്റെ കൈപ്പിടിയിലേക്ക് എത്തിയിരുന്നു. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ നിന്നതാണ് ഈ അൽ-ഫലാഹ് സർവകലാശാലയിൽ. ആ സർവകലാശാലയ്ക്കകത്താണ് ഈ മൂന്നാമത്തെ വാഹനം ഉണ്ടായിരുന്നത്. അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ അത് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്, അതവിടെ തൽക്കാലം നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചാണ്. കാരണം അതിൻ്റെ അകത്ത് സംശയാസ്പദമായി വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് ആ വാഹനം കാർ പാർക്കിൽ തന്നെ കിടക്കട്ടെ എന്ന് തീരുമാനിച്ചത്. ഇതാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയേണ്ടത്. അതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും കൃത്യമായ നിലപാടുകൾ, നടപടികളൊക്കെ തന്നെയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഈ ഓരോ കാര്യങ്ങളും കൃത്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി മുകൾ തട്ടിൽ നിന്ന് താഴേക്ക് നൽകുന്നുമുണ്ട്. ഏതായാലും ഈ മുസഫറിന് വേണ്ടി നീക്കങ്ങൾ ശക്തമാണ്. മുസഫർ ഏതായാലും ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ പങ്കുവെക്കുകയും ചെയ്തത്. പക്ഷേ സ്വാഭാവികമായും ഇത്രയധികം ഒളി സങ്കേതങ്ങളുണ്ട്, ഇവർക്ക് സ്വാധീനമുള്ള ചില മേഖലകളുണ്ട്. അത്തരമൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഉമർ നബി മുസബിലൊക്കെ തന്നെ താമസിച്ച സ്ഥലങ്ങളെന്ന് പറയുന്നത് വളരെ ഗ്രാമപ്രദേശങ്ങളാണ്. അവിടെയൊക്കെ ആരൊക്കെ എത്തി എന്ന് സാധാരണ തൊട്ടടുത്ത വീട്ടുകാർക്ക് പോലും അറിയില്ല. മാത്രമല്ല കൃഷിയിടങ്ങളുള്ള സ്ഥലം, അവിടെയാണ് ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന രാസവളം സൂക്ഷിച്ചിരുന്നത്. അത് 20 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്നു. 2000 കിലോ ഒന്നിച്ച് സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കില്ല, അത് കൃഷി ആവശ്യത്തിന് കൊണ്ടുവന്നാണെന്ന് ധരിക്കുകയും ചെയ്യും. ഇത്തരം വളരെ ആസൂത്രിതമായ നീക്കം, ആ നീക്കങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്താണ് ഹരിയാനയുടെ ഒരു ഭൂപ്രകൃതി, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സൂക്ഷിക്കാൻ കഴിയും, ഏത് തരത്തിൽ അവിടെ താമസിച്ച് ഈ കാര്യങ്ങൾ ഡൽഹിയിലേക്ക് എത്താൻ എങ്ങനെ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ പദ്ധതിയിട്ട് ആസൂത്രണം ചെയ്തു വെച്ചിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിലേക്ക് വന്നത്. ഇനി ഇത് ഒടുവിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. കാരണം ഒരു വാഹനം കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 32 വാഹനങ്ങൾ വാങ്ങാനുള്ള നീക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അന്വേഷണം വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന് നേരത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരാളെയും വെറുതെ വിടാതിരിക്കാനുള്ള നടപടികളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്.